بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. رب تمم بالخير والسعادة. اللهم افتح علينا فتوح العارفين بحكمتك وانشر علينا رحمتك وذكرنا ما نسيناه يا ذا الجلال والإكرام. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ സംബന്ധിച്ചുള്ള അതിൻ്റെ ക്രോഡീകരണങ്ങൾ, അതിൻ്റെ വിശദീകരണങ്ങളുമായുള്ള വിഷയങ്ങളിലാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേദശേഷ മഹാസത്യപാധാരം എന്ന വിഷയവുമായി ഇമാം ബുഖാരിയുടെ സ്വഹീഹ്, അതാണ് നാം ഓതാൻ ഉദ്ദേശിക്കുന്ന കിതാബ്. ആ സ്വഹീഹുൽ ബുഖാരി, അതിൻ്റെ ശറഹുകളെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ധാരാളം ശർഹുകളുള്ള അതിബൃഹത്തായ മഹത്തായ കിതാബാണ് സഹീഹുൽ ബുഖാരി. അതെനിക്ക് ധാരാളം ശർഹുകളും ഹാസ്യകളും വിശദീകരണങ്ങളുമായി തഅലീഖാത്തുകളുമായി മഹാന്മാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ അറിവിൽപ്പെട്ട ഒരു 111 ശർഹുകളെയാണ് നാം പരിചയപ്പെടുത്തുന്നത്. അതിൽ ഏറ്റവും പ്രസിദ്ധിയാർജിച്ചത് 5 ശർഹുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറിനിൽ അസ്കലാനി അവരുടെ ഫതുഹുൽ ബാരി എന്ന് പറയുന്ന ശർഹ്. വളരെ വിശാലമായ, അത് തന്നെ ഒരു ബഹ്റാൻ, അങ്ങനെയുള്ള കിതാബാണ് ഫതുഹുൽ ബാരി. ഇബ്നു ഹജറിൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ചരിത്രം വളരെ വിശാലമായ, ദിവസങ്ങളോളം പറഞ്ഞാലും എവിടെയും എത്താത്ത, ലോകത്ത് അറിയപ്പെട്ട മഹാപണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട അൽ ഹാഫിള് ഇബ്നു ഹജറിൽ അസ്കലാനി. അവരുടെ ജീവിതകാലത്ത് അവർക്ക് നൽകിയിരുന്ന പേര് ശൈഖുൽ ഇസ്ലാം, ഇമാമുൽ ഹുഫാദ് ഫീ സമാനി എന്നുള്ള പേരെല്ലാം നൽകപ്പെട്ടിരുന്നത്. അവരുടെ പിതാവ് നൽകിയ പേര് അഹ്മദ് എന്നാണ്. അവരുടെ പിതാവ് അലി. പേരിങ്ങനെ പറയാം: അഹ്മദ് ഇബ്നു അലി ഇബ്നു മുഹമ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു അലി ഇബ്നു മഹ്മൂദ് ഇബ്നു അഹ്മദ് ഇബ്നു അഹ്മദ് അൽ കിനാനി അൽ അസ്കലാനി അൽ മിസ്രി അസ്സാഫിഇയ്യോ. അസ്കലാൻ എന്ന നാട്ടിലാണ് അവരുടെ ജനനമുള്ളത്. ഈജിപ്തിലാണ്. ഈജിപ്തിൽ അവരുടെ മക്ബറ, ഷാഫി ഇമാമിൻ്റെ എല്ലാം മക്ബറയുള്ള ആ കൈറോ സിറ്റിയുടെ അടുത്താണുള്ളത്. ഷാഫി മദ്ഹബിലെ പ്രധാന ഇമാമാണ്. ഹാഫിള് എന്ന് മുഹദ്ദിസീങ്ങൾ പറഞ്ഞാൽ ഖാലൽ ഹാഫിളു എന്ന് പറഞ്ഞാൽ അത് ഹാഫിൾ ഇബ്നു ഹജർ അൽ അസ്കലാനി തങ്ങളാണ്.
അവരുടെ കുഞ്ഞത്തരം അബുൽ ഫളൽ ശിഹാബുദ്ദീൻ, അറിയപ്പെട്ടത് ഇബ്നു ഹജറുൽ അസ്കലാനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവർക്ക് ഇബ്നു ഹജർ എന്ന് പറയാനുള്ള കാരണം ഇമാമിങ്ങൾ രണ്ട് കാരണമാണ് പറയുന്നത്. ഒന്ന്, അവരുടെ വല്ലിപ്പമാരുടെ കൂട്ടത്തിൽ ഒരു ഹജർ എന്ന പേരുള്ള ആളുണ്ടായിരുന്നു. എന്നാലും അതിനേക്കാളും ജനങ്ങൾ മുൻഗണന നൽകിയിട്ടുള്ളത് അവർക്ക് ഇബ്നു ഹജർ എന്ന് പറയാനുള്ള കാരണം അവർ ബനു ഹജർ കബീലയിൽപ്പെട്ടവരാണ്, അതുകൊണ്ടാണ് ഇബ്നു ഹജർ എന്ന് പറയുന്നത് എന്നാണ്. അവര് ജനിച്ചത് മിസ്രിലാണ്. ശഅബാൻ 13 ഹിജ്റ 773 വർഷം. അവരുടെ പിതാവ് ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പിതാവിൻ്റെ വഫാത്ത് റജബ് മാസം ഹിജ്റ 777 മഹാനവറുകളുടെ ജനനമുള്ളത് 773. അപ്പോൾ ഏകദേശം 4 വയസ്സായപ്പോൾ പിതാവ് മരണപ്പെട്ടു. പിതാവ് മരണിക്കുന്നതിൻ്റെ അല്പം മുമ്പ് ഉമ്മയും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു പോയ യതീമായിട്ടാണ് മഹാനവറുകൾ ലോകത്ത് ജീവിച്ചിട്ടുള്ളത്. എന്നാലും കച്ചവട കുടുംബമായതുകൊണ്ടും പണ്ഡിത കുടുംബമായതുകൊണ്ടും ആ ഒരു യതീമക്കൾക്കുള്ള സാമ്പത്തിക പ്രയാസം മഹാനവറുകൾക്ക് നേരിട്ടിട്ടില്ല. 10 വയസ്സാവലോട് കൂടെ തന്നെ അവരെ ഓത്തുപള്ളിയിൽ ചേർത്തി. വളരെ പൂർണ്ണമായ കൂർമ്മതയുള്ള ബുദ്ധിയും ഖുവത്ത് ഹാഫിള, കേട്ടത് ഹിഫ്ളാക്കാൻ വലിയ വലിയ സ്പീഡുള്ളവരുമായിരുന്നു. അവരുടെ മനഃപ്പാടമാക്കുന്ന ശൈലി പറഞ്ഞു, ഇന്നഹു ഹഫിള സൂറത്ത മറിയമ ഫീ യൗമിൻ വാഹിദിൻ. സൂറത്തു മറിയം ഒരൊറ്റ ദിവസം കൊണ്ട് പഠിച്ചു എന്നുള്ള ഹിഫ്ളാക്കി എന്നുള്ളതാണ്. وكان يحفظ الصحيفة من الحاب الصغير من مرتين. ഹാബി സഗീർ എന്ന് പറയുന്ന ഫിഖ്ഹി ഗ്രന്ഥം, അതിനെ മഹാനവറുകൾ മനഃപ്പാടമാക്കുന്നത് 2 പ്രാവശ്യം വായിച്ചു നോക്കിയാണ്ട. അല്ലൂലാ തസീഹൻ വസാനിയതു ഖിറാഅത്തുൻ ഫീ നഫ്സിഹി ثم يعرضها إفضا في الثالثة. ആദ്യം ഒന്ന് അവർക്ക് ഓതി കൊടുക്കണം, രണ്ടാമത് അവർ സ്വന്തമായി ഒന്ന് ഓതും, പിന്നെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഉസ്താദിന് ഓതി കേൾപ്പിക്കലാണ് അവരുടെ സ്വഭാവം. എന്നല്ലാതെ ഓരോരോ വാക്കുകളും ഓരോരോ ആയത്തുകളും ആവർത്തിച്ച് ഓതി അങ്ങനെയല്ല പഠിക്കല്. ഒരു വട്ടം ഓതി കേൾക്കും, അത് കേൾക്കും, പിന്നീട് സ്വന്തമായി ഒന്ന് ഓതും, മൂന്നാമത് പിന്നെ ഞാനത് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഓതി കേൾപ്പിക്കലാണുള്ളത്. അവർ ധാരാളം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. 11ാമത്തെ വയസ്സിൽ വാപ്പ വഫാത്താകുമ്പോൾ 2 ആളെ ഏൽപ്പിച്ചിരുന്നു വസിയായിട്ട്. അങ്ങനെ ആ വസിയത്ത് ചെയ്തപ്പെട്ട ആളുകൾ മുഖേന അവരോട് കൂടെ 11ാമത്തെ വയസ്സിൽ ഒരു ഹജ്ജിന് പോയിട്ടുണ്ട്. പിന്നെ പിറ്റത്തെ കൊല്ലം 12ാമത്തെ വയസ്സിൽ, അന്ന് ഹിജ്റ 785 മഹാനവറുകൾ അവിടെ കുറച്ച് മുജാവറത്ത് ചെയ്തു. അവിടെ വെച്ചാണ് ആദ്യമായി സ്വഹീഹുൽ ബുഖാരി മഹാനവറുകൾ കേൾക്കുന്നത്. ആ യാത്രയിൽ തന്നെ 2ാമത്തെ പോക്കിൽ അവരുടെ 12ാമത്തെ വയസ്സിൽ മസ്ജിദുൽ ഹറാമിലെ തറാവീഹിൻ്റെ ഇമാമായിരുന്നു.
തറാവീഹിനിക്ക് ഖുർആൻ ഖത്തം തീർത്ത് ഓതി നിസ്കരിക്കാനുള്ള സൗഭാഗ്യം അവിടെ 12ാമത്തെ വയസ്സിൽ അക്കാലത്ത് ലഭിച്ചിട്ടുണ്ട്. ഹിജ്റ 785. പിന്നീട് അങ്ങോട്ട് അവരുടെ പഠനത്തിൻ്റെ ഊഴമായിരുന്നു. ആദ്യകാലം പഠിച്ചിരുന്നത് ഹദീസുകളെ ഫിഖ്ഹിനെ ഒന്നുമായിരുന്നില്ല. ആദ്യമായി മഹാനവറുകൾ പഠിച്ചത് സാഹിത്യങ്ങളാണ്, അദബുകളാണ്, ബെയ്ത്തുകളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു മഹാനവറുകൾ ആദ്യമായി പഠിച്ചിരുന്നത്. പിന്നീടാണ് ബഹുമാനപ്പെട്ട ഹാഫിള് സൈനുദ്ദീൻ അബുൽ ഫദ്ൽ ഇറാഖി, ഇമാം അൽ ഹാഫിൾ ഇറാഖി എന്ന് പറയുന്ന മഹാനായ ഇറാഖി, ഹാഫിളുൽ ഇറാഖി, അവരുടെ കൂടെ കൂടുകയും ഹദീസ് വിജ്ഞാനത്തിലേക്ക് വരികയും ചെയ്തത്. ഈ ഹാഫിൾ ഇറാഖിയാണ് മഹാനായ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഓതിക്കൊടുക്കാനുള്ള ഇജാസത്ത് നൽകുന്നത്. ഹാഫിൾ ഇറാഖിക്ക് വഫാത്ത് ഹാജരായപ്പോൾ, വഫാത്തിന് ഘട്ടം വന്നപ്പോൾ, ലമ്മാ ഹളറത്തിൽ ഇറാഖിയൽ വഫാത്ത് ഖീല ലഹു മൻ തുഖല്ലിഫു ബഅദക്, നിങ്ങളെ ശേഷം നിങ്ങൾക്ക് ഖലീഫയായി ആരെയാണ് നിശ്ചയിക്കുന്നത് എന്ന് ചോദിച്ച് മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്താ? ഇബ്നു ഹജറാണ്, പിന്നെ എൻ്റെ മകൻ അബൂ സുർഅ, പിന്നെ അൽ ഹൈസമി, പിന്നെ ഹാഫിൾ ഹൈസമിയാണ്. പിന്നെ മഹാനവറുകൾ ഫിഖ് ലുഗത്തിനെ പഠിച്ചത് ലോകത്ത് കാമൂസ് എന്ന ലോകപ്രശസ്തമായ ലുഗത്തിൻ്റെ കിതാബുണ്ടാക്കിയതായ അൽ ഫൈറൂസാബാദി അവരുടെ വക്കൽ നിന്നാണ് ലുഗത്ത് പഠിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള അറബി സാഹിത്യങ്ങളെയുമെല്ലാം പഠിച്ചത് ഇമാദി എന്ന അറിയപ്പെട്ട വലിയ അദീബിൻ്റെ വക്കൽ നിന്നാണ്. പിന്നെ അദബ്, അറൂദ് എന്നെല്ലാം പഠിച്ചത് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ആ വിഷയത്തിലുള്ള പണ്ഡിതനായ ബദ്റുൽ ബിസ്തക്കി എന്ന് പറയുന്ന ആളെ മഹാനെ തൊട്ടാണ്. പിന്നെ ഫിഖഹിന് ഖുർആനിൻ്റെ ഓത്തിൻ്റെ 7 ഖിറാഅത്തിലും വളരെ തിളങ്ങിയതായ തന്നൂഖി അവരുടെ വക്കൽ നിന്നാണ് 7 ഖിറാഅത്തും ഓതി പഠിച്ചത്. ഫിഖ് ആണെങ്കിൽ ധാരാളം മഹാന്മാരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അവരിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ അബൂ ഹഫ്സ് ഉമർ ബിൻ ദിസ്ലാൻ അൽ ബുൽഖൈനി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു വൻഫഅനാ ബിഉലൂമി. ഈ ബുൽഖൈനി ഇമാമാണ് ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു അവർക്ക് ഫത്വ കൊടുക്കാനുള്ള സമ്മതം കൊടുത്തത് ആദ്യമായിട്ട്. മഹാനായ ഇബ്നു ഹജർ അൽ അസ്കലാനി തങ്ങൾ ഹറമിലുള്ള കാലത്ത് ധാരാളം സംസം വെള്ളം കുടിക്കും. എന്തിന്? ഹുക്കി അന്നഹു ശരിബ മഅ സംസമ ലിയസില മർത്തബത ദഹബി ഫിൽ ഹിഫ്ളി, ഹിഫ്ളിന്റെ വിഷയത്തിൽ ഇമാം ദഹബിയുടെ സ്ഥാനം എത്തിക്കാൻ വേണ്ടി. ഫബലഗഹാ വസാദ അലൈഹാ, ബഹുമാനപ്പെട്ട മഹാൻ ഇബ്നു ഹജർ അൽ അസ്കലാനി ആ ദഹബിയുടെ സ്ഥാനം എത്തിച്ചു. മാത്രമല്ല അവരെക്കാളും വലിയവരായി. ഖാലഹു സുയൂത്തി, നജർ തങ്ങളുടെ അസ്കലാനിൻ്റെ സ്ഥാനം മനസ്സിലാക്കാൻ മുമ്പ് നാം സൂചിപ്പിച്ചതുപോലെ സുയൂത്തി ഇമാം സംസം കുടിച്ച് കയറുന്നത് മതി. എന്താ പറഞ്ഞത്? പഠിച്ചവനെ, ഹദീസിൻ്റെ വിഷയത്തിൽ ഞാൻ ഇബ്നു ഹജർ അൽ അസ്കലാനെ പോലെ ആവണം, അതിന് വേണ്ടി സംസം കുടിക്കുന്നു. അതാണല്ലോ സുയൂത്തി ഇമാം പറഞ്ഞത്. ആ ഒരു മർത്തബുള്ള ആളാണ്, അവരെ പോലെ ആവണം എന്ന് ആഗ്രഹിച്ചവര്. മഹാനവറുകൾ ഹദീസ് പഠിപ്പിക്കുന്നതിൽ അതിൻ്റെ തദ്രീസ്, അതിൻ്റെ ശൈഖുൽ ഹദീസ് എന്ന സ്ഥാനം മിസ്റിലെ പല കോളേജുകളിലും പല യൂണിവേഴ്സിറ്റികളിലും അന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. അക്കാലത്ത് ആദ്യം നായിബ് ഖാദിയാക്കപ്പെട്ടു. പിന്നെ അത് വേണ്ട എന്ന് വെച്ചു. അതിൻ്റെ ശേഷമാണ് മഹാനവറുകൾ മിസ്റിലെ ഷാഫിയാക്കളുടെ ഖാദിയായി, പിന്നെ ഖാദി ഖുദാത്തായി.
എന്നാലും അവസാന കാലം അതെല്ലാം വേണ്ട എന്ന് വെച്ചു വെറും ഹദീസുമായി മാത്രം സ്വലാവുകയും ചെയ്തു. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇംലാഗിനെ പറ്റി പറഞ്ഞു കൊടുത്ത് 1000-ലേറെ മജ്ലിസുകളിൽ ഇംലാഗ് ഹിഫ്ളിൽ നിന്ന് ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ മുഖറജ് തഖ്രീജാത്ത് ധാരാളമുള്ളവരാണ്. റാഫി ഇമാമിൻ്റെ ഹദീസുകള്, ഹിദായൻ്റെ ഹദീസുകള്, കശാഫിൻ്റെ ഹദീസുകള്, ഫിർദൗസിൻ്റെ ഹദീസുകള്, ഇങ്ങനെ ധാരാളം തഖ്രീജുകൾ മുഖറജാത്ത് ഉണ്ടാക്കിയവരാണ്. ധാരാളം കിതാബുകൾ മഹാനവർകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ കിതാബിൻ്റെ എണ്ണം 150-ൽ കൂടുതൽ, അതല്ല 200-ൽ കൂടുതൽ എന്ന് പറഞ്ഞവരുമുണ്ട്. ആ കിതാബുകളിൽ അധികവും ലോകത്ത് പല ഭാഗത്തായിട്ട് വ്യാപിച്ചു കിടക്കുന്നു, മശൂറായതാണ്. പ്രത്യേകിച്ചും ഹദീസിന്റെ വിഷയത്തിൽ ഇമാമിങ്ങൾ പറയുന്നു, ഫഇന്നൽ മദാറ ഫീ സമാനിനാ ഫീ ഹാദൽ ഫന്നി അലാ തആലീഫിഹി ഗാലിബാ വബലഗൽ ഗായത്തൽ ഖുസ്വാ ഫിൽ കിതാബത്തി വൽ ഖിറാഅ. മഹാനായ ഇബ്നു ഹജർ തങ്ങളുടെ രചനകളുടെ മേലിലാണ് ഇൽമുൽ ഹദീസിന്റെ വിഷയത്തിൽ ഇന്നുള്ള മദാർ. അസ്കലാനി അവിടെ എന്ത് പറഞ്ഞു എന്നാണ് അതിൻ്റെ ഏതൊന്നിൻ്റെയും അവസാന വാക്ക് അസ്കലാനി പറഞ്ഞതാണ്. പിന്നെ എഴുത്ത് വായന, ഇത് രണ്ടിലും മഹാനവർകൾക്ക് വലിയ സ്പീഡുള്ള ആളായിരുന്നു. സ്പീഡ് എന്ന് പറഞ്ഞാൽ ബുഖാരി ഇമാമിനെ പറ്റി പറഞ്ഞു നമ്മൾ. ഇന്നത്തെ ഫോട്ടോസ്റ്റാറ്റിന്റെ കോപ്പികളെ മാതിരിയാണ്. പേജ് കാണലോട് കൂടെ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരേക്കും ഹിഫ്ളാകും. അത് ഏകദേശം വായനന്റെ വിഷയത്തിൽ അസ്കലാനിന്റെ മറ്റൊരു രീതിയാണ്. ഫഖദ് ഖറഅൽ ബുഖാരിയ ഫീ അശ്റത്തി മജാലിസ മിൻ ബഅദി സ്വലാത്തിൽ ളുഹ്രി ഇലൽ അസ്രി. ളുഹ്റിന്റെയും അസ്റിന്റെയും ഇടയിൽ ഏകദേശം 4 മണിക്കൂറാണ് ആ സമയം എന്ന് പറയുന്നുണ്ട്. ഖരീബും മിൻ 40 സഅത്ത് എന്ന് കിതാബുകൾ പറയുന്നുണ്ട്. ഏകദേശം 4 മണിക്കൂർ ളുഹ്ർ സ്കേർട്ട് അസ്ർ വരേക്കുമുള്ള സമയം. ആ സമയങ്ങളിൽ ഇരുന്ന് 10 ദിവസങ്ങളെ കൊണ്ട് ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ഓതി തീർത്തവരാണ് മഹാനവറുകൾ. 40 മണിക്കൂർ കൊണ്ട് 40 മണിക്കൂർ, ഏകദേശം 40 മണിക്കൂർ കൊണ്ട് ബുഖാരി പോയി തീർത്തു. അതുപോലെ മുസ്ലിം പോയി തീർത്തത് 5 മജ്ലിസിലായിട്ടാണ് 4 മണിക്കൂറുള്ള 20 മണിക്കൂർ കൊണ്ട്. ഭയങ്കര സ്പീഡായിരുന്നു. وأغرب ما وقع له في الإسراء أنه قرأ في رحلة الشامية المعجم الصغير للطبراني في مجلس واحد فيما بين الظهر والعصر. അവരുടെ സ്പീഡിൽ വെച്ച് ഏറ്റവും അഗ്റബായത്, വളരെ ഗരീബായ സംഭവം എന്താ? ഷാമിലേക്കുള്ള യാത്രയിൽ വെച്ച് തൊബ്രാനി ഇമാമിന്റെ മുഅ്ജമുസ് സഗീറിനെ മഹാനവറുകൾ ഒരു മജ്ലിസിൽ, ളുഹ്റിന്റെയും അസ്റിന്റെയും ഇടയ്ക്കുള്ള ഒരു മജ്ലിസിൽ വെച്ചിട്ട് വായിച്ചു തീർത്തു. മുഅ്ജമുസ് സഗീർ എന്താ സാധനം? യസ്തമിലു അലാ നഹ്വി 1500 ഹദീസിൻ ബിഅസാനീദിഹാ. ഇസ്നാദുകളോട് കൂടെ 1500 ഹദീസുകളാണ് അതിലുള്ളത്. അതാണ് വെറും 4 മണിക്കൂറിൽ താഴെയുള്ള സമയം കൊണ്ട് മഹാനവറുകൾ ഓതി തീർത്തത്, വായിച്ചു തീർത്തത്. ഒഫി മുദ്ദത്തി കാമത്തി ദിമിസ്ക വക്കാലത്ത് ഷഹ്റൈനി വസുലുസി സഹിരിൻ. ദിമിസ്കിൽ മഹാനവറുകൾ താമസിച്ചത് വക്കാലത്ത് ഷഹ്റൈനി വസുലുസ സഹിരിൻ, 2 മാസം, 1 മാസത്തിന്റെ 1/3, അതായത് ഏകദേശം 70 ദിവസം. ഖറഫിയ ഖരീബം മിൻ 100 മുജല്ലദിൻ. ആ 70 ദിവസങ്ങളെ കൊണ്ട് 100 മുജല്ലദ്, 100 വാല്യം കിതാബുകൾ മൂപ്പർ മഹാനവറുകൾ വായിച്ചു തീർത്തു. 100 വാല്യം കിതാബുകൾ വായിച്ചു തീർത്തത് വെറും 70-ൽ താഴെ ദിവസം കൊണ്ട്. അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. ഒരു 100-200 പേജുള്ള പുസ്തകം വായിക്കാൻ നാം ഒരുങ്ങണം.
കുറച്ചുകൂടി ടഫുള്ള വിഷയമായ പ്രത്യേകിച്ചും. എന്നിട്ടത് എത്ര ദിവസം കൊണ്ടാണ് വായിച്ചെടുക്കണമെന്ന് നോക്കണം. അപ്പോൾ തീരും എന്താണ് വായൻ്റെ സ്പീഡ്. 70 ദിവസങ്ങളെ കൊണ്ട് 100 വാല്യം കിതാബുകൾ വായിച്ചു തീർത്തു. وأشهر تعاليفه فتح الباري في شرح البخاري في 13 مجلدا. മഹാനവറുകളുടെ കിതാബുകളിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധിയാർജിച്ചത് ഫതുഹുൽ ബാരിയാണ്, ബുഖാരിയുടെ ഷർഹായ. അത് 13 ജുസാണ്. നമ്മളവിടെ അടിച്ചെടുക്കണമൊക്കെ 13 ജുസ് തന്നെയാണ്, 13 വാല്യമാണ്. പിന്നെ അതിനൊരു മുഖദ്ദിമുണ്ട്, വലിയ കിതാബാണ്. ഹദിയുൽ സാരി ലി മുഖദ്ദിമത്തി ഫത്ഹിൽ ബാരി എന്നതിൻ്റെ പേര്. ഹദിയുൽ സാരി പേരതാ, ഹദിയുൽ സാരി ലി മുഖദ്ദിമത്തി ഫത്ഹിൽ ബാരി. അത് വായിക്കണം, അത് ആദ്യം വായിക്കണം. ഇപ്പം നമ്മൾ ഈ പറയുന്ന അധിക കാര്യങ്ങളും ഇതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ അധികവും ഹദിയുൽ സാരി നോക്കിയിട്ട് പറയുന്നതാണ്. അതൊരു സംഭവമാണ്. അത് വായിക്കുമ്പോഴാണ് ഹദീസ് എന്താണെന്നും ഹദീസിൻ്റെ കിതാബുകൾ എന്താണെന്നും മാത്രമല്ല ഇമാം ബുഖാരിയുടെ പവർ എന്താണെന്നും അതിൽ ആരെല്ലാം ഏതെല്ലാം സനദുകൾ ഷർത്തത്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിന് മുഴുവനും മറുപടി പറയുന്നതും അതെല്ലാം തെളിയിക്കുന്നതും ബുഖാരിയുടെ മശായിഖന്മാരുടെ കൂട്ടത്തിൽ അവരുടെ സനദിൽ വന്ന അയിമ്മത്തിൻ്റെ കൂട്ടത്തിൽ ഒരാൾ പോലും അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത ഒരാളില്ല, എല്ലാവരും അംഗീകരിക്കപ്പെടാൻ പറ്റുന്നവരാണ് എന്ന് സമർത്ഥിക്കുന്നുണ്ട്. പിന്നെ ബുഖാരിയിൽ വന്നു പോയ ഗരീബായ വാക്കുകൾ, അൽഫാദുകൾ, അതിൻ്റെ പ്രത്യേകമായ വിശദീകരണങ്ങളുണ്ട്. ബുഖാരിയിൽ എത്ര സ്വഹാബികളെ തൊട്ട് ഹദീസ് വന്നു എന്ന് പ്രത്യേകമായി എണ്ണി 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 പറയുന്നുണ്ട്. അത്ഭുതമുള്ള കിതാബാ. അങ്ങനെ വലിയ വിഷയമാണ്. അതുപോലെ അവർ ആ ഹദീസായി തന്നെ ബുഖാരിയിൽ മുഅല്ലഖായ ഹദീസുണ്ട്, സനദ് പറയാത്ത ഹദീസുണ്ട്. ആ ഹദീസിൻ്റെ സനദുകളെ അതിൽ കൊണ്ടുവരുന്നുണ്ട്. ധാരാളം വിഷയങ്ങൾ അതിനേക്കുണ്ട്. ബുഖാരിയുടെ മുഅല്ലഖായ ഹദീസുകളെ വിശദീകരിക്കാൻ അതിൻ്റെ സനദുകളെ പറയാനായിട്ട് തന്നെ തഅലീഖ് എന്നുണ്ട് കിതാബുണ്ട്. ധാരാളം കിതാബുകൾ മഹാനുകൾക്കുണ്ട്. തഅലീഖ് ബുഖാരി ഇമാമിൻ്റെ കിതാബുകളിൽ വെച്ച് ബുഖാരി ഇമാമിനിക്ക് അന്നത്തെ കാലത്ത് മഹാന്മാരുടെ ഇടയിൽ ഏറ്റവും സ്ഥാനമാനങ്ങൾ നൽകിയതാ കിതാബാണ്. പിന്നെ അതിനെ ചെറുതാക്കിയിട്ട് മുഖ്തസറാക്കിയിട്ട് തസ്വീഖ് ഇലാ വസ്ലിൽ മുഹിമ്മി മിന തഅലീഖ് എന്നുണ്ട് ഒരു ചെറിയ കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിനെയും ചുരുക്കിയിട്ടുണ്ട്. ബുഖാരിയിൽ മുഅല്ലഖായ ഹദീസുകൾ തന്നെ 2 വിധേനയുണ്ട്. ചിലത് മറ്റൊരു സ്ഥലത്ത് വാസിലായി പറഞ്ഞിട്ടുണ്ട്, മൗസൂലാക്കിയിട്ടുണ്ടാകും, സനദ് പറഞ്ഞിട്ടുണ്ടാകും. മറ്റു ചിലത് തീരെ പറയാത്തതുണ്ട്. ആ തീരെ ബുഖാരിയിൽ സനദ് പറയാത്ത മുഅല്ലഖാത്തിന് സനദ് പറയുന്ന ചെറിയ കിതാബ് അത്തൗഫീഖ് ബി തഅലീഖ് എന്ന പേരിലാണ് ആ കിതാബുള്ളത്. മഹാനവർകളുടെ പ്രധാനപ്പെട്ട കിതാബുകളിൽപ്പെട്ടതാണ് തക്രീറു തഹ്ദീബ്, അതുപോലെ തഅജീലുൽ മൻഫഅ ബിരിജാലിൽ അർബഅ, അതുപോലെ ലിസാനുൽ മീസാൻ. മറ്റൊരു പ്രധാന കിതാബാണ് അദ്ദുററുൽ കാമിന ബി അഅയാനിൽ മിയത്തി സാമിന. വളരെ പ്രസിദ്ധമായ കിതാബാണ് തബ്സീറുൽ മുന്തബിഹ് ബി തഹ്രീരിൽ മുസ്തബിഹ്. അവർ അങ്ങനെയുള്ള നേരത്തെ പറഞ്ഞില്ല 150-ൽ കൂടുതൽ കിതാബുകളെ മഹാനവറുകൾ രചിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഹിഫ്ളിലായും കൊണ്ട്
20,000-ൽ കൂടുതൽ ഹദീസ് ഹിഫ്ളുണ്ടായിരുന്നു. 20,000-ൽ കൂടുതൽ ഹദീസുകൾ സനദടക്കം മഹാനവറുകൾക്ക് ഹിഫ്ളുണ്ടായിരുന്നു. വകാന യഖൂലു, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ അസ്കലാനി തങ്ങൾ പറയുമായിരുന്നു, അശ്ശുറൂത്തുല്ലതി ഇജ്തമഅത് ഫിയ അൽആന ബിഹാ ഉസമ്മ ഹാഫിള. ഇപ്പം എന്നിലുള്ള എല്ലാ ഒരു അറിവുകളും കൊള്ള നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ഹാഫിള് എന്ന പേര് ലഭ്യപ്പെടാനുള്ള യോഗ്യത എത്തിയിട്ടുണ്ട് എന്ന് ഇബ്നു ഹജർ തങ്ങൾ അസ്കലാനി തങ്ങൾ തന്നെ പറയലുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ഒരാൾക്ക് ഹാഫിളാവൽ എപ്പോഴാണ്? ഹാഫിളാവലിനക്ക് വേണ്ടത് ഒന്ന്, അന്നത്തെ കാലത്തുള്ള എല്ലാ വലിയ വലിയ മഹാന്മാരായ മുഹദ്ദിസീങ്ങളുടെയും അടുത്ത് പോയി പഠിച്ചു എന്ന് ലോകർക്ക് ബോധ്യപ്പെടണം. അസ്സുഹുറത്തു ബിത്തൊലബി വൽ അഖ്ദി മിൻ അഫ്വാഹിർ റിജാൽ. ഏതെങ്കിലും ഒരു ഉസ്താദിന് ഓതിയാൽ പോരാ, അന്നത്തെ കാലത്ത് ഉള്ള എല്ലാ അധിക പേരുടെ അടുക്കലേക്കും പോകണം. വൽ മഅരിഫത്തു ബിൽ ജുർഹി വത്തഅദീൽ. ജുർഹ് തഅദീൽ കൊണ്ട് അറിയണം ആരാണ് നല്ലവർ, ആരാണ് ഹദീസിന് യോഗ്യർ, ആരാണ് ഹദീസിന് യോഗ്യരല്ലാത്തവർ. റാവികളെ പറ്റിയുള്ള വിശദമായ അറിവ് വേണം. റാവികളെ തബക്കാത്ത് കൊണ്ടുള്ള അറിവ് വേണം. അതെല്ലാം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അവരുടെ മർത്തബകളെ പറ്റി അറിവ് വേണം. സഹിയായ ഹദീസ്, ലഈഫായ ഹദീസ് വേർതിരിക്കാനുള്ള കഴിവ് വേണം. അവർക്ക് അറിയുന്നതായിരിക്കണം അറിയാത്തതിനേക്കാളും കൂടുതലുള്ളത്. മത്നുകളാണെങ്കിലോ അധികം മത്നുകളെ സംബന്ധിച്ചുമുള്ള വിശദമായ അറിവുകൾ ഇതെല്ലാം ഉള്ള ആളാണ് ഒരാളെ സംബന്ധിച്ച് ഹാഫിള് പറയുള്ളൂ, ഹാഫിള് എന്ന പേരുള്ളൂ. ഫഹാദിസ്സുറൂത്തു മൻ ജമഅഹാ ഫഹുവൽ ഹാഫിളു. ഈ ഷർത്തുകൾ മുഴുവനും ഒത്തുകഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഹാഫിള് എന്ന് പറയും. മുസ്ലിമിന്റെ ഹാഷിയായ ഫതുൽ മുസ്ലിം അതിന്റെ മുഖദ്ദിമയിൽ 9-ാമത്തെ പേരിൽ പറയാണ്, ഖാല ശൈഖു അബുൽ ഫത്ഹ് ഇബ്നു സയ്യിദിൻ നാസ് അമ്മൽ മുഹദ്ദിസു ഫീ അസ്രിനാ ഫഹുവ മൻ ഇസ്തഗല ബിൽ ഹദീസ് റിവായതൻ വദിറായതൻ വജമ്മഅ റിവാറുവാത്തിൻ വത്തല അലാ കസീരിൻ മിനർ റുവാത്തി വറിവായാത് ഫീ അസ്രിഹി വതമയ്യസ ഫീ ദാലിക ഹത്താ ഉരിഫ ഹല്ലുഹു വസ്തഹറ ഫീഹി ളബ്തുഹു. ഒരാള് മുഹദ്ദിസ് എന്ന് പേര് പറയണമെങ്കിൽ, ഇന്നത്തെ കാലത്ത് മുഹദ്ദിസ് എന്ന് പറയണമെങ്കിൽ, ശൈഖുൽ ഹദീസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ശൈഖുൽ ഹദീസാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരാൾ മുഹദ്ദിസാണ് ശൈഖുൽ ഹദീസാവല്. മുഹദ്ദിസ് ആവണമെങ്കിൽ ഹദീസ് കൊണ്ട് സ്വകലാവണം. അതിൻ്റെ റിവായത്ത് ചെയ്യൽ കൊണ്ടും അതിൻ്റെ അർത്ഥങ്ങൾ അറിയൽ കൊണ്ടും റാവികളെ വിശദമായി അറിയൽ കൊണ്ടും മറ്റുള്ള റാവികളെ പറ്റി വ്യക്തമായ അറിവ് വേണം. അതാത് കാലത്ത് ഓരോരോ ഹദീസിനിക്കുമുള്ള ഹദീസിനെ പറ്റിയുള്ള റിവായത്തുകളെ പറ്റിയുള്ള അറിവും വേണം. അദ്ദേഹം ആ വിഷയത്തിൽ വളരെ അറിയപ്പെട്ട ആളുകയും അദ്ദേഹത്തിനിക്ക് ഈ വിഷയമെല്ലാം കൃത്യനിഷ്ഠയോട് കൂടെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുള്ള മസ്തൂറാകുകയും വേണം. അപ്പോഴേ മുഹദ്ദിസാവുള്ളൂ. മുഹദ്ദിസാണ് ആ പറഞ്ഞത്. ഇനി അദ്ദേഹത്തിൻ്റെ ശൈഖന്മാർ അദ്ദേഹം അറിയും. ശൈഖന്മാരെയും അവരുടെ ഓരോരുത്തരുടെയും തബക്കാത്തുകൾ, അവരുടെ ഉസ്താദന്മാരെടുത്ത് ഏത് കാലം എത്ര കൊല്ലം എന്നെല്ലാം പഠിച്ചു, എവിടുന്നെല്ലാം പഠിച്ചു, എന്തെല്ലാം പഠിച്ചു എന്നെല്ലാം വിശദമായി അറിയണം. ഓരോരോ തബക്കയിൽ നിന്നും അവർ അറിയുന്നത് അറിയാത്തതിനേക്കാൾ കൂടുതലാകുകയും ചെയ്താൽ ഫഹാദാ ഹുവൽ ഹാഫിളു എന്ന് പറഞ്ഞ മാതിരി തന്നെ അവനാണ് ഹാഫിള്. അത് ഓരോരോ കാലത്തെയും ഉർഫുകളെ നോക്കിയിട്ട് മടങ്ങേണ്ടതാണ്.
പിന്നെ ചില ആളുകൾ ഹാഫിള് എന്ന പേര് ഈ മനാക്കല്ല. ഇബ്നു ഹജർ തങ്ങൾ, അസ്കലാനി തങ്ങൾ പറയുന്നത് ഇൽമുൽ ഹദീസുകളെ സംബന്ധിച്ച് പൊതുവായിട്ട് വളരെ വിശദമായുള്ള അറിവുള്ളവൻ. കിതാബ് നോക്കേണ്ട ആവശ്യമില്ല. ഹദീസുകളെ പറ്റി ഒന്ന് കേട്ടാൽ അതിനെപ്പറ്റി വിലയിരുത്താൻ കഴിയുന്ന ആളായിരിക്കണം. അതിൻ്റെ റാവികൾ ആരെല്ലാമാണ്, ആ റാവികൾ ഏത് കാലത്താണ് പഠിച്ചത്, ആരെല്ലാം പഠിച്ചിട്ടുണ്ട്, അവരുടെ ജീവിതശൈലി എന്തായിരുന്നു, ഈ ഹദീസ് എവിടുന്ന് പറഞ്ഞതാണ്, എവിടുന്ന് കിട്ടിയതാണ്, അതിന് ഇത്ര സനദുകളുണ്ട് എന്നെല്ലാം വിശദമായി അറിയുമ്പോഴാണ് ഹാഫിളാകാന്ന്. വേറെ അലിയുൽ കാരി ശറഉൻ നുഖ്ബയിൽ പറഞ്ഞത് ഹാഫിൾ എന്ന് പറഞ്ഞാൽ 1,00,000 ഹദീസ് മനപ്പാടുള്ള ആള്, 3,00,000 ഹദീസ് മനപ്പാടുള്ള ആൾക്ക് ഹുജ്ജത്ത് എന്നാ പറയാ. അവിടുന്നാണ് കെട്ടിവിട്ടാൽ റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസുകൾ മുഴുവനും അറിയും. മത്തിനും അറിയും, ഇസ്നാദും അറിയും, അതിൻ്റെ ജുർഹും അറിയും, തഅദീലും അറിയും, താരീഖും അറിയും. എല്ലാം അറിയുമെങ്കിൽ അദ്ദേഹത്തെ പറ്റി ഹാക്കിം എന്നും പറയും. അത് വേറെ ഇസ്തിലാഹാണ്. അപ്പോൾ ഒന്നിരിക്കൽ 1,00,000 ഹദീസ് മനപ്പാടമുള്ളവർ ഹാഫിദ്, അല്ലെങ്കിൽ ഹദീസ് കേട്ടാൽ ആ ഹദീസിനെ പറ്റി വ്യക്തമായി അറിവുള്ള ആള്, അതിൻ്റെ റാവിയെ പറ്റി, സനദിനെ പറ്റി, ഹദീസിൻ്റെ സാബിനെ പറ്റി, ഹദീസിലുള്ള റാവികൾ ഓരോരുത്തരും എവിടെ നിന്ന് വന്നു, ആരെല്ലാം എവിടെ നിന്നെല്ലാം ഹദീസ് കേട്ടിട്ടുണ്ട് എന്നുള്ള വിശദമായ അറിവുണ്ടാകുമ്പോഴാണ് അവർക്ക് അറിയുന്നത് അറിയാത്തതിനേക്കാൾ കൂടുതലായി വരണം. അപ്പോഴാണ് ഹാഫിള് എന്ന് പറയാ. ഇന്നത്തെ കാലത്ത് ഹാഫിള് എന്നുള്ള വാക്കൊരു തമാശ. എന്താ, ഖുർആൻ കാണാതെ പഠിച്ച വൻ അൽ ഹാഫിൾ എന്ന പേരിൽ അറിയപ്പെടും. മടില്ലാതെ ആ പേരാണ് പറയും അൽ ഹാഫിൾ. നോട്ടീസിലൊക്കെ ബാല്യ അൽ ഹാഫിളാവും. അതിപ്പോൾ ഒരു ഫാത്തിയ പഠിച്ചാൽ ഫാത്തിയ ഹിഫ്ളാക്കിയോ എന്ന് പറഞ്ഞുകൂടെ, എന്തെങ്കിലും ഒന്ന് പഠിച്ച ഓൻ അതീഫുള്ളോ എന്ന് പറഞ്ഞുകൂടെ, എന്നിട്ട് അതൊരു പിരിവിനുള്ള ഒരു അഡ്രസ്സാക്കി മാറ്റും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഞാൻ ഇസ്തിദ്റാദായി പറയാണ്. ഇന്നത്തെ കാലത്ത് ഈ ചെറിയ മക്കളെ, ഒട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ ഖുർആൻ മനപ്പാടാക്കിച്ച, അതിനേക്ക് ധാരാളം കോളേജുകളും ധാരാളം പിരിവുകളും. എന്നാൽ തന്നെ അവർ ചെയ്യുന്ന വലിയ തമ്മാടിത്തരണ്ട്. കുട്ടികളെ ഹിഫ്ളിന് വേണ്ടി സെലക്ട് ചെയ്യും. എന്നിട്ട് അവർ സ്ഥാപനത്തിൽ 1-2 കൊല്ലം പഠിക്കുമ്പോൾ ഒരു കൊല്ലം പഠിക്കേണ്ട കതറായിട്ടില്ലെങ്കിൽ ഒരു 10 ജുസാണ് കൊല്ലം പഠിക്കേണ്ടതെങ്കിൽ 5 ജുസ് പഠിച്ചാൽ 2 ജുസ് ഒരു കൊല്ലം കൊണ്ട് പഠിച്ചാൽ കൊണ്ടം പിടിച്ച് പുറത്താക്കും. പിന്നെ ആ കുട്ടി ആ പഠിച്ചതിനേക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. അതിനേക്ക് ദൗറവുമില്ല, അതിൽക്കോനെ തെജീവീതുമില്ല, ഒന്നുമില്ല. ആ കുട്ടി അത് വായിയായി പോവുക. ഇത് എവിടുന്ന് കിട്ടിയ ഹിഫ്ളാണ്? ഖുർആൻ എന്ത് ഹിഫ്ളാക്കിയോ അത് മറക്കാൻ പാടില്ല. അപ്പൊ ഹിഫ്ളാക്കേണ്ടത് അവരവരുടെ താല്പര്യപ്രകാരം, അല്ലെങ്കിൽ മഹാന്മാരുടെ കുവ്വത്ത് ഹാഫിള കാരണമായിട്ട് മനഃപ്പാഠമാക്കുന്നതാവണം. കെട്ടിമറിഞ്ഞ് അതിൻ്റെ പിന്നിൽ കൂടി പഠിപ്പിച്ചാൽ അത് മറക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ബുലുവാകുന്നതിൻ്റെ മുമ്പ് അടിച്ചേൽപ്പിച്ചാൽ രക്ഷിതാക്കളും പഠിപ്പിക്കുന്നവരും അതിൻ്റെ പോരിശ പറയുന്നവരും ഉത്തരവാദികളാകും. ബഹുമാനപ്പെട്ട സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും, അവരിൽപ്പെട്ട ഒരാൾ പോലും ഖുർആൻ മുഴുവനും ഹിഫ്ളാക്കിയുണ്ടായിരുന്നില്ല എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. فإن الصحابة رضي الله عنهم لم يكن واحد منهم يحفظ جميع القرآن. റൂഹുൽ ബയാൻ 347 പേജിൽ കാണുന്നത്. സഹാബത്തിൽ നിന്നുള്ള ഒരാൾ പോലും ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയിരുന്നില്ല. എന്നാൽ സഹാബത്തിൽ ധാരാളം ആളുകൾ ഓരോരോ ഭാഗവും പഠിച്ചവരുണ്ട്. അൽ ബഖറ ഹിഫ്ളുള്ളവർ ധാരാളമുണ്ട്, അൽ ഇംറാൻ മനഃപ്പാഠമുള്ളവർ ധാരാളമുണ്ട്. അതുകൊണ്ട് ഹിഫ്ളുണ്ട് ഖുർആൻ മനസ്സുകളിൽ. പക്ഷെ എല്ലാം കൂടി ഒരാളെ പേരിലുണ്ടായിരുന്നോ? ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ മാത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലം യജ്മഇൽ ഖുർആന ഗൈറു അർബഅ അബൂ ദർദാ വമുആദ് ബിൻ ജബൽ വസയ്ദ് ബിൻ സാബിത് വഅബൂ സയ്ദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത്
നബി തങ്ങൾ മരിക്കുമ്പോൾ ഖുർആൻ 4 ആളല്ലാതെ ഒരാളും ഖുർആൻ ജം ചെയ്തിട്ടില്ല. അതാരാണ്? അബൂ ദർദാവും മുആദ് ബിൻ ജബലും സൈദ് ബിൻ സാബിത്തും അബൂ സൈദുൻ. ഞങ്ങളൊക്കെ പിന്നെ അവരെ വക്കൽ നിന്ന് കേട്ട് പഠിച്ചവരാണ്. എനിക്ക് മഹാന്മാർ ധാരാളം വായനകൾ വെച്ചിട്ടുണ്ട്. മനാഹിലുൽ ഇർഫാനിൽ മുഹാജിറുകളിൽ നിന്ന് 20 പേരെയും അൻസാറുകളിൽ നിന്ന് 7 പേരെയും ഖുർആൻ ഹിഫ്ളാക്കിയവരെ പേരെടുത്ത് പറയുന്നുണ്ട്. അല്ലാതെയും ധാരാളം ആളുകൾ ഖുർആൻ ഹിഫ്ളാക്കിയവരുണ്ട് എന്ന് പറയുന്നുണ്ട്. അവസാനം എല്ലാ ചോദ്യത്തിൻ്റെയും മറുപടിയായി ഏകദേശം മഹാനവറുകൾ പറയുന്നത് സൂറത്തുൽ ബയാനിൽ പറഞ്ഞത്, ഇസ്മാഇലുൽ ലഖി പറഞ്ഞതുപോലെ തന്നെ ഓരോരോ സൂറത്തുകളും ഹദ്ദുത് തവാതുർ, അതിൻ്റെ അപ്പുറം അറിയുന്നവർ ധാരാളമുണ്ട്. ഇവിടെ ചർച്ചയുള്ളത് ഒരാൾക്ക് എല്ലാം അറിയോ ഇല്ലേ എന്നുള്ളതായിരുന്നു. നമ്മളെ കിതാബുകളിൽ മജ്മുഅയിലടക്കം കാണാം, ഒരു കുട്ടിയെ കൊണ്ട് ആദ്യം തുടങ്ങേണ്ടത് അവനിക്ക് ഖുർആൻ പഠിപ്പിക്കലാണ്. അതിൻ്റെ അർത്ഥം ഖുർആൻ ഹിഫ്ളാക്കൽ എന്നല്ല. ഹിഫ്ളാക്കൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ലോകത്ത് എവിടെയും എല്ലാ കുട്ടികളെയും ആദ്യം ഹിഫ്ളാക്കുന്ന സ്വഭാവമില്ല. ഖുർആൻ നോക്കി ഓതാൻ പഠിപ്പിക്കുന്ന സ്വഭാവമാണ് ലോകത്തുള്ളത്. അത് ആദ്യം പഠിപ്പിക്കേണ്ടത് ഖുർആൻ ഓതി നോക്കി ഓതാനുള്ളത് തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. അതാണ് ഏറ്റവും വലിയ അഷ്റഫുൽ ഉലൂം. അതുകൊണ്ട് അതിൻ്റെ ഇല്ലാത്ത ഹദീസുകളിലൊന്നും ഇല്ലാത്ത മഹത്വങ്ങൾ പറഞ്ഞ് ഒരു കുട്ടി ഹാഫിളായാൽ 40 ആളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നെല്ലാം പറഞ്ഞ് പിരിവിന് വേണ്ടി വഅദ് പറയുന്ന ആളുകൾ, അത് വലിയ വലിയ മൂത്ത ബുദ്ധി ഉറച്ച ആളുകളെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. ഈ ചെറിയ മക്കളെ കൊണ്ട് അത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരെ വക്കൽ നിന്ന് ബുലുവായതിൻ്റെ ശേഷം അവരുടെ ജോലികളും മറ്റ് പ്രയാസങ്ങളും വരുമ്പോൾ, പ്രത്യേകിച്ചും സ്ത്രീകളെ പഠിപ്പിക്കുന്നവർ, അവർക്ക് ഹൈദുൻ നിഫാസും മറ്റുള്ള പ്രശ്നങ്ങളും മറ്റുള്ള പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ കൊണ്ട് സ്വലാവാൻ കഴിഞ്ഞവണ്ണമെന്നില്ല. അത് മറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ ഉത്തരവാദികൾ ആവേണ്ടി വരും. മറക്കൽ വലിയ കുറ്റമാണ്, കബീറത്താണെന്ന് വരെ മഹാന്മാർ പറഞ്ഞ വിഷയമാണത്. അതുകൊണ്ട് ആ വിഷയം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും സ്ഥാപനങ്ങളുടെ നിയമപ്രകാരം ഹിഫ്ള് പൂർത്തിയാക്കാൻ കഴിയാത്ത കുട്ടികളെ കോളേജിൽ നിന്ന് പുറത്താക്കി അവരുടെ ആക്കിയ ഹിഫ്ളിനിക്ക് ഖുർആനിക്ക് യാതൊരു നിലവാരവും നൽകാത്ത പ്രവണത, അതിലേക്ക് പരിഹാരം കണ്ടേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, മഹാന്മാർ ഹാഫിള് എന്ന് പറയുന്നത് 1,00,000 ഹദീസ് സനദടക്കം മനപ്പാടമുള്ളവരോ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ഹദീസുകളെ പറ്റും വ്യക്തമായി അറിവുള്ള മഹാന്മാരെ സംബന്ധിച്ചോ ഹാഫിള് എന്ന് പറയുകയുള്ളൂ. അതാണ് മുഹദ്ദിസീങ്ങളുടെ ഇസ്തിലാഹ്. വളരെ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്കലാനി തങ്ങൾ അവർ പൂർണ്ണതയിലെത്തിയതെപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് ഹാഫിള് എന്ന് പറയാനുള്ള ഒരു നിലവാരത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുള്ളത്. മഹാനവറുകളുടെ ഫത്ഹുൽ ബാരി വളരെ ലോകത്ത് പ്രസിദ്ധിയാർജിച്ചതാണ്. എല്ലാ മദ്ഹബുകാരും എല്ലാ മുഹദ്ദിസീങ്ങളും എല്ലാവരും അവലംബിക്കുന്ന കിതാബാണ്. മഹാനവറുകൾ എഴുത്തിൽ വലിയ സ്പീഡുള്ള ആളായിരുന്നു. ഖിറാഅത്ത്, വായനയുള്ള ഖിറാഅത്ത് സ്പീഡ് പോലെ തന്നെ എഴുത്തിലും വലിയ സ്പീഡുള്ളവരായിരുന്നു. വലിയ വലിയ കിതാബുകൾ പകർത്തി എഴുതാൻ അല്പസമയത്തെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. മഹാനവറുകൾ ഒരാളെ മദ്ഹ് ചെയ്യുമ്പോൾ ആ മദ്ഹ് ചെയ്യുന്ന സമയത്ത് ഒരാളെയും അർഹിക്കുന്നതിൽ കൂടുതൽ മദ്ഹ് ചെയ്യലില്ല. അതിൻ്റെ പേരിൽ അവരെ പറ്റി അഭിപ്രായം പറഞ്ഞവരുണ്ട്. അവര് ഗുണം പറയുന്നതിനേക്കാളും ഒരാളെ ആക്ഷേപിക്കലാണ് കൂടുതൽ എന്ന്.
ഒന്ന് മുഹദ്ദിസാകുമ്പോൾ തന്നെ റാവികളെ സംബന്ധിച്ച് നല്ലവരാണെന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയാവുമെങ്കിൽ ഷർത്തൊക്കാത്തവരെ സംബന്ധിച്ച് കൂടുതൽ പറയേണ്ടി വരും. അതിൻ്റെ പേരിലാണ് അവർ വല്ലാതെ ആക്ഷേപത്തിലേക്കാണ് മുൻഗണന നൽകിയിരുന്നത്. അതിന് കാരണമായി മറ്റ് പലരും പറയുന്നതാ, അവർ ചെറുപ്പത്തിൽ വളർന്ന ആദ്യഘട്ടത്തിൽ ശായിരീങ്ങളോട് കൂടെയും മറുപടി പറയുന്ന സാഹിത്യകാരന്മാരോട് കൂടെയുമായിരുന്നു ആദ്യത്തെ ജീവിതം, കുട്ടിക്കാലം. അവരുടെ ആ ശൈലിയാണത് എതിരാളികളെ ഇടിച്ചു താഴ്ത്തുക എന്നുള്ളത്. അതിൻ്റെ മേലിൽ പറയുന്നതാണ് എന്ന് പറഞ്ഞവരുണ്ട്. സംഗതി അത്രത്തോളം ഗൗരവമല്ല. അവരുടെ കിതാബുകൾ എടുത്തു നോക്കിയാൽ ദുറുൽ കാമിൽ നമ്മുടെ മുമ്പിലുള്ള കിതാബാണ്. മറ്റുള്ള പലരുടെയും ചരിത്രങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഐനിയുടെ തന്നെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ബദ്രുദ്ദീൻ ഐനി അവിടെ ചരിത്രം വരാൻ പോകുന്നുണ്ട്. ഉംദത്തുൽ ഖാരി എഴുതിയ അവരോടെ ചരിത്രവും മാന്യമായി തന്നെയാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ പറയുന്നവർ, വിമർശിക്കുന്നവർ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകുക എന്നുള്ളതാകുന്നു. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്ത് തങ്ങൾ റളിയല്ലാഹു അൻഹു അവർ ഫത്ഹുൽ ബാരി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്, അതിൻ്റെ തലീഫ് തുടങ്ങുന്നത് 817 രചന തുടങ്ങുന്നത് 817. അത് തീരുന്നത് 842. അതായത് ഏകദേശം 25 വർഷം. അവർ വഫാത്താകുന്നതിൻ്റെ 10 വർഷം മുമ്പ്. എന്നാലും മഹാന്മാർ പറയുന്നുണ്ട് 842 പ്രകാശന കർമ്മം നിർവഹിച്ചെങ്കിലും അതിൻ്റെ ശേഷമുള്ള കാലങ്ങളിലും അതുമായി തന്നെ സുഖലായി ചെറിയ ചെറിയ കൂട്ടിക്കൊടുക്കലുകളും വെട്ടിത്തിരുത്തലുകളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് വരേക്കും മഹാനവർകൾ അതിൽ തന്നെയായിരുന്നു പ്രധാന ശ്രദ്ധ എന്ന് കിതാബുകളിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവർകൾ ഫത്ഹുൽ ബാരി രചിച്ചത് മറ്റു ഗ്രന്ഥങ്ങളെ രചിച്ചത് പോലെയല്ല. മഹാനവർകൾ തന്നെ പറയുന്നുണ്ട്, എൻ്റെ കിതാബുകളിൽ ബാക്കിയുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ സഹായം കൊണ്ട് അത് പൂർത്തിയായതാണ്, സത്യത്തോട് യോജിച്ചതാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ സമയം കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഫത്ഹുൽ ബാരി അങ്ങനെയല്ല. അത് മഹാനവർകൾ ഒരാഴ്ച അല്പം എഴുതും. അത് എഴുതിയത് അവരുടെ ശിഷ്യന്മാരിലേക്ക് വിതരണം ചെയ്യും. അന്നത്തെ കാലത്ത് വലിയ മഹത്തുക്കളുണ്ട്, അവരെ വിളിച്ചു വരുത്തി അവർക്കത് വിതരണം ചെയ്യും. അവരുടെ നേതാവാണ് അൽ ബുർഹാൻ ഇബ്നു ഖദിർ എന്ന് പറയുന്ന മഹാൻ. അൽ ബുർഹാൻ ഇബ്നു ഖദിർ എന്ന് പറയുന്ന മഹാൻ വലിയ അറിയപ്പെട്ട ആളാണ്. ഐനിയുടെയും ശിഷ്യനാണ്, ഐനിയുടെയും സഹപാഠിയാണ്. ഇബ്നു ഹജർ തങ്ങളുടെ ശിഷ്യനുമാണ്, ഇബ്നു ഹജർ തങ്ങളുടെ സഹപാഠിയുമാണ്. അങ്ങനെ ഇബ്നു ഖദിർ എന്ന് പറയുന്ന മഹാനും ഒരു വിഭാഗവും അത് കോപ്പിയെടുത്ത് എഴുതിയുണ്ടാക്കി അതിനെപ്പറ്റി ചർച്ചകൾ നടക്കും ഒരാഴ്ച. ആ ചർച്ചകളിൽ ഉരുതിരിഞ്ഞു വരുന്ന ഇഷ്കാലുകൾക്ക് മറുപടി എഴുതും, തിരുത്തേണ്ടത് തിരുത്തും, മാറ്റേണ്ടത് മാറ്റും. അങ്ങനെയാണ് രണ്ടാമത് തഹ്രീർ ചെയ്യൽ. അങ്ങനെ ഉണ്ടാക്കി കിതാബാണ് ഫത്ഹുൽ ബാരി. അത് പൂർത്തിയായപ്പോൾ വഫാത്താകുന്നതിൻ്റെ 10 വർഷം മുമ്പ് 842 അത് പൂർത്തിയാകിയപ്പോൾ അതിൻ്റെ പ്രകാശന കർമ്മം വലിയ സംഭവമായിരുന്നു. അന്ന് മിസ്റിലുണ്ടായിരുന്ന വലിയ വലിയ മഹത്തുക്കളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: ഫലമ്മാ തമ്മ അമിര മുസന്നിഫുഹു വലീമതൻ അളീമ ലം യതഖല്ലഫ് അൻഹാ മിൻ വുജൂഹിൽ മുസ്ലിമീന ഇല്ലാ നാദിറുൻ ഫീ യൗമിസ് സബ്തി സാനി ശഅബാന മിനസ് സനത്തിൽ മദ്കൂറ. 842 ശഅബാൻ 2 ശനിയാഴ്ച വലിയ പരിപാടി ഉണ്ടാക്കി, പ്രകാശന കർമ്മം ഉണ്ടാക്കി.
അതിനെ തൊട്ട് മുസ്ലിമീങ്ങളിൽ നിന്നുള്ള നേതാക്കളിൽ നിന്ന് വിരലിലെണ്ണാൻ പറ്റുന്ന ആളുകളല്ലാതെ ബാക്കി എല്ലാവരും ഒരുമിച്ച് കൂടി വളരെ തുച്ഛം ആളുകളെ വരാന്നിട്ടുള്ളൂ. വകുരിയ ഫിൽ മജ്ലിസിൽ അഖീർ, അന്നുണ്ടായിരുന്ന മജ്ലിസിൽ അവസാനത്തെ മജ്ലിസിൽ അതല്പം ഓതപ്പെടുകയും ചെയ്തു. വഹുനാക ഹളറത്തുൽ അയിമ്മ കൽ ഖായാനി വൽ വന്നായി വസഅദുദ്ദൈരി. ഖായാനി, വന്നായി ഷാഫി ഫഖിയാണ്, സഅദ് ഇങ്ങനെയുള്ള മഹാന്മാർ എല്ലാവരും അവരുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിലാണത് വായിക്കപ്പെട്ടത്. വലീമത്തിന് വേണ്ടി, പരിപാടിക്ക് വേണ്ടി ചെലവാക്കിയത് 500 ദീനാറാ. 500 ദീനാറ് അന്നത്തെ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ 250 പവനിൽ കൂടുതൽ, 250 പവനിൽ കൂടുതൽ പണം ചെലവാക്കിയിരുന്നു. അങ്ങനെ ഈ വിഷയം ലോകം അറിഞ്ഞപ്പോൾ അതിൻ്റെ പകർപ്പിന് വേണ്ടി നാനാ ഭാഗങ്ങളിൽ നിന്നും രാജാക്കന്മാരും എല്ലാത്തവരും അതിനിക്ക് വേണ്ടി കോപ്പി ആവശ്യപ്പെട്ടുകൊണ്ട് വരുമായിരുന്നു. 300 ദീനാറിന് ഒരു കോപ്പി വാങ്ങിയവർ വരെ അന്നുണ്ട്. 300 ദീനാർ. പ്രകാശന കർമ്മം ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, ആദ്യത്തെ കോപ്പിക്ക് വില നിശ്ചയിക്കലില്ലല്ലോ, കയ്യെഴുത്ത് കോപ്പിയാവണം. അന്നൊന്നും നമ്മൾ ഇന്നത്തെ മാതിരി അച്ചടി സൗകര്യം ലഭിച്ച കാലമല്ല. 300 ദീനാർ, 150 പവൻ സ്വർണത്തിന് വേണ്ടി വാങ്ങിയവരുണ്ട്. ലോകത്ത് മുഴുവനും മഹാൻ അവരുടെ ജീവിതകാലത്ത് തന്നെ അത് വ്യാപിക്കുകയും പേര് സിദ്ധിക്കുകയും പല കോളേജുകളിലും പല യൂണിവേഴ്സിറ്റികളിലും അത് പാഠ്യപുസ്തകമാക്കി, റഫറൻസ് ഗ്രന്ഥമാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെയുള്ള അതിമഹത്തായ കിതാബാണ് ഫത്ഹുൽ ബാരി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഗുണം നമുക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ഏത് ഹദീസിനിക്കും, ഏത് ബാബിനിക്കും, ഏത് ബുഖാരിയിലുള്ള ഏത് വിഷയങ്ങൾക്കും അടിസ്ഥാനമായി എല്ലാവരും ഉദ്ധരിക്കുന്ന കിതാബ്, എല്ലാവരും നോക്കുന്ന കിതാബ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്കലാനി തങ്ങളുടെ ഫത്ഹുൽ ബാരിയാണ്. മഹാനവർകൾ വഫാത്തിൻ്റെ ഘട്ടം വന്നു. വഫാത്താകുന്നത് വയറിൽ നിന്ന് വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടാണ്. രക്തം വയറ്റിൽ നിന്ന് പോവുക, രക്തം കാഷ്ടിക്കൊന്ന് രക്തം വയറ്റിൽ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന രോഗമുണ്ടായി. ഏകദേശം മരിക്കുന്നതിൻ്റെ 1.5 മാസം മുമ്പ്, 1.5 മാസം മുമ്പ് രോഗിയായി. രോഗമെന്തായിരുന്നു? വയറിളക്കം, രക്തം പോക്ക്. രക്തം വയറ്റിൽ നിന്ന് പോകുന്ന രോഗം 1.5 മാസത്തോളം തുടർന്നു. ആ കാലഘട്ടത്തിൽ അവരെ കാണാൻ വേണ്ടി ഒരാൾ വന്നു. നേരത്തെ പറഞ്ഞു 852 അവരുടെ വഫാത്തുള്ളത് എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് അവരെ രോഗസന്ദർശനത്തിന് വേണ്ടി അന്നത്തെ മിസ്രിലെ ഖാദി ഖുദാത്തായ സഅദുദ്ദീൻ ഇബ്നു ദൈരി അൽ ഹനഫി പണ്ഡിതനാണ്. അവർ കാണാൻ വേണ്ടി വന്നു. അവർ ചോദിച്ചു. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പലപ്പോഴും ഖാദിയായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ചർച്ചകൾ വരുന്നുണ്ട്. അങ്ങനെ സഅദുദ്ദീൻ ഇബ്നു ദൈരി എന്ന് പറയുന്ന മഹാനഫി പണ്ഡിതൻ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ രോഗം കാണാൻ വേണ്ടി വന്നപ്പോൾ അവരുടെ രോഗത്തെപ്പറ്റി ചോദിച്ചു. അപ്പം എന്താ, ഇമാം ജമഖ്ശരി പാടിയതായൊരു ബെയ്ത്താണ് അപ്പോൾ പാടിക്കൊടുത്തത്. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ എന്താ, കർബർ റഹീലു ഇലാ ദിയാരിൽ ആഖിറ ഫജ്അൽ ഇലാഹി ഖൈറ ഉംരി ആഖിറ വർഹം മബീതി ഫിൽ ഖുബൂരി വവഹദതി വർഹം ഇളാമി ഹീന തബ്കാന ആഖിറ فأنا المسكين الذي أيامه ولت بأوزار غدت متواترا فلئن رحمت فأنت أكرم راحمي
فبحار جودك يا إلهي ذاخرا. ഈ ബെയ്ത്തായിരുന്നു മഹാനവറുകൾ അവസാനമായി രോഗം സന്ദർശിക്കാൻ വേണ്ടി വന്നാൽ ചൊല്ലിക്കൊടുത്തത്. റഹിമഹുല്ലാഹു തആല റഹ്മത്തൻ വാസിഅ വഗഫറ ലഹു മഗ്ഫിറത്തൻ ജാമിഅ വജസാഹു അന്നാ അഹ്സനൽ ജസാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.